ഹായ് ഹലോ ഈ സൂപ്പർ ടേസ്റ്റി നെയ്യപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരട്ടെ. ഇതിനായിട്ട് ഒരു ഗ്ലാസ് റവ, അരിപ്പൊടി, മൈദ, അത് നമ്മളൊരു 300 ഗ്രാം ശർക്കര പാനിയാക്കി ഇതിവിടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക. അതിലോട്ട് ഒരു ഏലക്കായുടെ ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഒരു പിഞ്ച് അപ്പസോഡയും ഉപ്പൂടെ ആഡ് ചെയ്യാം. പിന്നെ കുറച്ചുകൂടെ നല്ല ടേസ്റ്റിനായിട്ട് നമ്മൾ നെയ്യിൽ നാളികേരം ചെറുതാക്കി അരിഞ്ഞതും പിന്നെ എള്ളൂടെ ചേർത്തിട്ട് ഈ ബാറ്ററിലോട്ട് ഒഴിക്കാം. ബാറ്ററി ഈ ഒരു പരിവാവണം. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് തിളച്ച വെളിച്ചെണ്ണയിൽ നമ്മൾ ഇതുപോലെ ചെറിയ തവി യൂസ് ചെയ്തിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ സെറ്റാണെങ്കിൽ ഇതുപോലെ ഇതിങ്ങനെ പൊങ്ങി വരും. നമുക്ക് എല്ലാം നമ്മുടെ ഈ ബാറ്റർ ഓക്കെ ആണെങ്കിൽ ഇതുപോലെ പൊങ്ങി വരും. അപ്പോൾ ആ പൊങ്ങി വരുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, അപ്പുറത്തെ സൈഡിലൂടെ മറിച്ചിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഒരു കാര്യം, ഇത് നമുക്ക് ഇതുപോലെ ഒരു കുറച്ചുകൂടെ നന്നായി ടേസ്റ്റിയാക്കി ഫ്ലഫിയൊക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് ആൻ അവറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ഇതുപോലെ ബാറ്ററാക്കി വെച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതുപോലെ പൊങ്ങി വരും. അപ്പോൾ നമ്മളിത് രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുക. അപ്പോൾ ഒന്ന് ഏകദേശം ആയി വരുമ്പോൾ നമുക്ക് അടുത്തതും ഇതുപോലെ ഒഴിച്ചെടുക്കാവുന്നതാണ്. ഏകദേശം ഈ ഒരു കളറിൽ റെഡിഷ്, നല്ലോണം റെഡിഷ് ആവണ്ട, കരിഞ്ഞു പോകും കേട്ടോ. റെഡിഷ് കളറായി വരുമ്പോൾ നമുക്കിതുപോലെ നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. നമുക്ക് അതിൻ്റെ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. നമുക്ക് ഫൈനലി നമുക്കിത് നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു വളരെ ടേസ്റ്റിയും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റാവുന്ന ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വിഷുവിന് ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. ബൈ.